നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് 11,432 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയം. 76,493 വോട്ടുകൾ നേടിയാണ് നിലമ്പൂർ ഷൗക്കത്ത് ആര്യാടൻ തിരിച്ചുപിടിച്ചത്. 65,061 വോട്ടുകൾ നേടി LDFിൻ്റെ M സ്വരാജ് രണ്ടാമതെത്തി. 19,946 വോട്ടുകൾ നേടി PV അൻവർ നിർണായക ശക്തി തെളിയിച്ചു. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് 8,706 വോട്ടുമായി 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് നിലമ്പൂർ UDFിൻ്റെ കയ്യിലെത്തുന്നത്. 8 തവണ, 1-2 തവണ ആര്യാടൻ മുഹമ്മദ് ജയിച്ച മണ്ഡലമാണ് ഇനി മകൻ ഷൗക്കത്ത് ആര്യാടൻ പേര് തെളിയിക്കുന്നത്. കൂട്ടായ്മയുടെ വിജയമാണെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. UDF നേതാക്കൾ അങ്ങനെയാണ് പ്രതികരിച്ചത്. മണ്ഡലത്തിലുടനീളം UDF പ്രവർത്തകർ വിജയം ആഘോഷിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഫല സൂചനകൾ വന്നു തുടങ്ങിയപ്പോൾ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ലീഡ് നേടിയിരുന്നു. ആ ലീഡ് അവസാനം വരെയും നിലനിർത്തി. ഒരിക്കൽ പോലും പിന്നിൽ പോയില്ല. UDFിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ മുത്തേടം, വഴിക്കടവ് പഞ്ചായത്തുകളിൽ അൻവർ നടത്തിയ മുന്നേറ്റം ഷൗക്കത്തിൻ്റെ കുതിപ്പിന് നേരിയ തടസ്സമുണ്ടാക്കിയ എങ്കിലും വിജയം ഉറപ്പിക്കുകയായിരുന്നു. അതേസമയം സ്വന്തം പഞ്ചായത്തായ പോത്തുകല്ലിൽ പോലും LDFിൻ്റെ സ്ഥാനാർത്ഥി M സ്വരാജിന് ലീഡ് ഉയർത്താനായില്ല. അവിടെ 800 വോട്ട് ലീഡ് നേടി UDF ആണ് മുന്നിലെത്തിയത്. കഴിഞ്ഞ തവണ ഇവിടെ 506 വോട്ടിന് LDF ആയിരുന്നു മുന്നിൽ. പോത്തുകൽ പഞ്ചായത്തിൽ ഭരിക്കുന്നത് LDF ആണ്. വോട്ടെണ്ണലിൽ ഉടനീളം അതായത് തുടക്കം മുതൽ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് പിന്നിൽ തന്നെയായിരുന്നു. മോഹൻ ജോർജിന് BJPയുടെ യഥാർത്ഥ വോട്ടുകൾ പോലും കിട്ടിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന നിലമ്പൂരിൽ ഫലം പ്രവചന അതീതമായിരുന്നു. ലീഗ് വോട്ടുകൾ മറിയുമെന്നും അടിയൊഴുക്കുകൾ ഉണ്ടാകുമെന്നും ഒക്കെ കരുതിയെങ്കിലും അതൊന്നും സംഭവിച്ചില്ല. അൻവർ തന്നെ ഇന്നലെ മാധ്യമ സമ്മേളനത്തിൽ പറഞ്ഞു, ഏകദേശം 10,000-ൽ പരം വോട്ടുകൾ, അതായത് UDF കോട്ടയിൽ നിന്നും അത്രയും വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്ക്, അതായത് സ്വരാജിന് വീണിട്ടുണ്ടെന്ന് അൻവറിൻ്റെ പത്രസമ്മേളനത്തിൽ ഇന്നലെ പറഞ്ഞിരുന്നു. അൻവറിൻ്റെ കണക്കൂട്ടലുകൾ അവിടെയാണ് തെറ്റിയത്. അങ്ങനെ 10,000 വോട്ടുകൾ മാറിയെങ്കിൽ ഷൗക്കത്ത് ജയിക്കില്ലായിരുന്നു. 10,000 വേണ്ട, 5,000 വോട്ട് മാറിയെങ്കിൽ പോലും ഷൗക്കത്ത് ജയിക്കില്ലായിരുന്നു. മാത്രമല്ല, ഇടതുമുന്നണിയുടെ വോട്ടുകൾ കൃത്യമായി സ്വരാജിന് കിട്ടുകയും ചെയ്തു. ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഭരണത്തെ സ്വാധീനിക്കാനും കഴിയില്ല. ഭരണവിരുദ്ധ വികാരമൊന്നും അവിടെ കണ്ടതുമില്ല.